നമസ്കാരം ഗൈസ്, എല്ലാവർക്കും തരംഗത്തിന്റെ പുതിയൊരു കിടിലൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസമായിട്ട് ക്വാറന്റൈനും കൊറോണയും ഒക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ കുറച്ച് സിനിമാപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതായത് സിനിമയിൽ ഒരു പ്രധാന ഘടകമായിട്ടുള്ള അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ എന്തൊക്കെയാണ് സിനിമ സെറ്റ് ചെയ്യുന്നത്, അതിന്റെ ഒരു കറക്റ്റ് വേ എന്താണ്, ഡിറക്ഷൻ ടീമിൽ ആരൊക്കെ ഉണ്ടാവും, അവരൊക്കെ ഡ്യൂട്ടീസ് എന്താണ്, അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് തുടങ്ങാം. ഒരു സിനിമയിലെ പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവും. ഇപ്പം ക്യാമറ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഇപ്പൊ ഇതിന്റെ അകത്തൊരു മേജർ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ഡിറക്ഷൻ ഡിപ്പാർട്ട്മെന്റ്. ഇതിന്റെ ഒരു മെയിൻ ഹെഡ് എന്ന് പറയുമ്പോൾ എന്തായാലും ഡയറക്ടറാണ്. അതിന്റെ താഴെ ചീഫ് എഡി വരും. പിന്നെ അതിന്റെ താഴെ ഫസ്റ്റ് എഡി ഉണ്ടാവും, സെക്കൻഡ് എഡി, തേർഡ് എഡി, അങ്ങനെ താഴെ അതിന്റെ ലിസ്റ്റ് പോയിക്കൊണ്ടിരിക്കും. ഇപ്പം സിനിമയുടെ ബഡ്ജറ്റും അതുപോലെ തന്നെ സിനിമയുടെ ക്യാൻവാസും അനുസരിച്ച് അത് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഒരു ശങ്കറിന്റെ ഒക്കെ സിനിമയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 10-15 അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഉണ്ടായേക്കാം. പിന്നെ അതുപോലെ ഹിന്ദിയിലേക്ക് ഒരു വലിയ ബിഗ് പ്രൊഡക്ഷനിലുള്ള സിനിമയാണെന്നുണ്ടെങ്കിൽ ഒരു 10-11-20 ഒക്കെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് പോകും. വലിയൊരു സിനിമയ്ക്ക് അനുസരിച്ച് അത് കൂടുകയും ചെയ്യും. എൻ്റെ ഒരു ഫ്രണ്ട് മാമാങ്ങു എന്ന് പറഞ്ഞ മമ്മൂക്കയുടെ സിനിമയിലെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞത് ഏകദേശം ഒരു 10 അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് അവർക്കുണ്ടായിരുന്നു എന്നാണ്. അപ്പം സിനിമയുടെ ക്യാൻവാസ് അനുസരിച്ച് അത് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിന്റെ ഹൈറാർക്കി എന്താണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ആള് ഈ ഒരു ടീമിലായിട്ടാണ് ഡയറക്ടറാണ്. അതിനുശേഷമുള്ളത് ചീഫ് എഡി ആണ്. അപ്പം മെയിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഡയറക്ടറും ചീഫ് എഡിയും തമ്മിലാണ്. ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡയറക്ടർ ആണെന്നുണ്ടെങ്കിൽ അവര് ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എന്തൊക്കെയാണ് വേണമെന്ന് വെച്ചത് പറഞ്ഞ് അത് പെർഫെക്റ്റ് ആയിട്ട് പോകും. ഇപ്പൊ ഒരു പുതിയ ഡയറക്ടറാണ്, വേറെ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ചീഫ് എഡി ഒരു മെയിൻ ആയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഉണ്ടാകും. എങ്ങനെയാണ് സീൻ എടുക്കേണ്ടത്, അപ്പൊ അതിലൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നത് ചീഫ് എഡിയാണ്. അതുപോലെ തന്നെ ആക്ടേഴ്സ് വരുമ്പോൾ അവർക്ക് ഒരു ബ്രീഫ് കൊടുക്കുക, ഇതാണ് സീനിൽ നടക്കാൻ പോകുന്നുള്ള കാര്യം കൊടുക്കുക. അതോടൊപ്പം തന്നെ ഡയറക്ടർ ഇല്ലാത്ത സമയത്ത് സെറ്റ് ഹാൻഡിൽ ചെയ്യുക. അതുപോലെ തന്നെ 2 യൂണിറ്റ് ആയിട്ട് സെറ്റ് വർക്ക് ചെയ്യുമ്പോൾ ആ സെക്കൻഡ് യൂണിറ്റ് പോയി ഹാൻഡിൽ ചെയ്യുക. അതുപോലെ തന്നെ ചെറിയ ചെറിയ ഷോർട്സ്, മോണ്ടാജ് ഷോർട്സോ അങ്ങനത്തെ ഷോർട്സ് ഒക്കെ പോയി ഷൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ചീഫ് എഡി ചെയ്യുന്നത്. തന്നെ സ്കെഡ്യൂളിങ്ങിന്റെ ഒരു മേജർ പങ്ക് വഹിക്കുന്നതും അസോസിയേറ്റ് ഡയറക്ടർ അല്ലെങ്കിൽ ചീഫ് അസോസിയേറ്റ് ഡയറക്ടറാണ്. കാര്യം അവർ പ്രൊഡക്ഷൻ കൺട്രോളുകൾ മുടക്കി ചെയ്തിട്ടാണ് അതിന്റെ ഷെഡ്യൂളിങ് കറക്റ്റായിട്ട് വെക്കുന്നത്. പിന്നീട് ബാക്കിയുള്ള കാര്യം ചീഫ് എഡിയുടെ നോക്കിക്കഴിഞ്ഞാൽ ചീഫ് എഡിയാണ് ബാക്കി ഉള്ള താഴോട്ടുള്ള മെമ്പേഴ്സിനെ, അതായത് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്നത്. ഇപ്പം അവർക്ക് ഓരോരുത്തർക്ക് ഓരോ ഡ്യൂട്ടി ചീഫ് എഡി കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അവർക്ക് കൊടുത്തിട്ടുണ്ടാവുന്ന ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ ഒരു ഫസ്റ്റ് എഡി അല്ലെങ്കിൽ സെക്കൻഡ് എഡി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് മെയിനായിട്ട് കൊടുക്കുന്നത് പ്രോപ്പർട്ടീസിന്റെ ഒരു ഇതാണ്. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് പറയുന്നത്. ഇപ്പൊ ഇവിടെ ചിലപ്പോൾ മാറ്റം ഉണ്ടായേക്കാം. ഇപ്പോൾ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ സിനിമ സെറ്റിൽ 2 തരം പ്രോപ്പർട്ടീസ് ഉണ്ട്. ഒന്ന് ആക്ഷൻ പ്രോപ്പർട്ടി ഉണ്ടാവും, അതുപോലെ തന്നെ സെറ്റ് പ്രോപ്പർട്ടി ഉണ്ടാവും. അപ്പം ഇതെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് ഈ ഒരു സെക്കൻഡ് എഡി അല്ലെങ്കിൽ ഫസ്റ്റ് എഡിയും ആയിരിക്കും. അപ്പോൾ ഇവർ മെയിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആർട്ട് ഡയറക്ടേഴ്സുമായിട്ടാണ്. അപ്പോൾ അവരുമായിട്ട് എപ്പോഴും കോർഡിനേറ്റ് ചെയ്യുന്നത്, ഇപ്പോൾ ഒരു സീൻ എന്തൊക്കെയാണ് വേണ്ടത് അതൊക്കെ അറേഞ്ച് ചെയ്യുന്നതൊക്കെ ഈ ഫസ്റ്റ് എഡി ആയിരിക്കും. അപ്പം ഫസ്റ്റ് എഡി വന്നിട്ട് നോക്കുക എന്തൊക്കെ സെറ്റ് വന്നിട്ടുണ്ട്, എല്ലാം ഓക്കെ ആണോ, ഷൂട്ടോ അതിന് മുമ്പായിട്ട് വേണ്ടതൊക്കെ ഉണ്ടോ, സ്ക്രിപ്റ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ടോ, ഇപ്പോൾ സ്ക്രിപ്റ്റിൽ പറഞ്ഞിട്ടുള്ള ആക്ഷൻ പ്രോപ്പർട്ടീസ് ഉണ്ടാവും, അതൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നത് ഈ സെക്കൻഡ് എഡിയാണ്. സെക്കൻഡ് എഡി സെക്കൻഡ് എഡി അല്ലെങ്കിൽ ഫസ്റ്റ് എഡി ആണ് ഇതൊക്കെ ഉറപ്പ് വരുത്തുന്നത് ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യം. പിന്നെ വരുന്നത് സെക്കൻഡ് എഡിയോ അല്ലെങ്കിൽ സെക്കൻഡ് എഡിയോ ആണ്. അപ്പോൾ ആ ആള് മെയിനായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് കോസ്റ്റ്യൂംസ് ആണ്. കോസ്റ്റ്യൂം ഡിസൈനറുമായിട്ടുള്ള കോർഡിനേഷൻ മുതൽ എല്ലാ കാര്യം, ഇപ്പോൾ ആക്ടേഴ്സിന് ഏതൊക്കെ കോസ്റ്റ്യൂം കിട്ടണം അതിന്റെ ചാർട്ട് ഉണ്ടാക്കുക, ഏത് സീനിൽ ഏത് കോസ്റ്റ്യൂമാണ് ധരിക്കേണ്ടത് അതിന്റെ ചാർട്ട് ഉണ്ടാക്കുക, ഇതെല്ലാം ചെയ്യുന്നത് സെക്കൻഡ് എഡിയാണ്. അപ്പം കണ്ടിന്യൂറ്റി അവർ തന്നെ ഇന്ന് ഷൂട്ട് ചെയ്ത സീനിന്റെ അടുത്ത ദിവസം ഷൂട്ട് ചെയ്യുമ്പോൾ അതിന് വേണ്ട കണ്ടിന്യൂറ്റി നോക്കി വെക്കുക, അതിന് ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുക, ഇതൊക്കെ സെക്കൻഡ് ഏരിയയുടെ ഡ്യൂട്ടിയാണ്. അതുപോലെ തന്നെ ലേബൽ മൈക്ക് വെക്കുന്നതിന് മുതൽ ലാസ്റ്റ് കോസ്റ്റ്യൂം തിരിച്ച് കൊണ്ടുവെക്കുന്നതിന് വരെയുള്ള എല്ലാ ഡ്യൂട്ടീസും ഹാൻഡിൽ ചെയ്യുന്നത് സെക്കൻഡ് ഏരിയയാണ്. അത് മോസ്റ്റ്ലി ഇപ്പം ഹിന്ദിയിലൊക്കെ മോസ്റ്റ്ലി ആ ഒരു കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റ് മെയിനായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഫീമെയിൽ ആയിട്ടുള്ള അസിസ്റ്റന്റ് ഡയറക്ടറാണ്. ഇവിടും അതുപോലെ തന്നെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ അതിനുശേഷമുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് വരുന്നത് തേർഡ് ഏരിയയിലാണ്. തേർഡ് ഏരിയയുടെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സിനിമയ്ക്ക് വേണ്ട ക്രൗഡിനെ ഹാൻഡിൽ ചെയ്യുന്നു, അതോടൊപ്പം തന്നെ ക്രൗഡിനെ അറേഞ്ച് ചെയ്യുന്നതൊക്കെ ഒരു തേർഡ് ഏരിയയാണ്. അറേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ജൂനിയർ ആർട്ടിസ്റ്റിനെ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരാളുണ്ടാകും. അപ്പോൾ അയാളുമായിട്ട് ഈ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുകയും പിന്നെ സെറ്റിൽ എത്ര പേര് വേണമെന്നൊക്കെ അറേഞ്ച് ചെയ്യുന്നതൊക്കെ തേർഡ് ഏരിയയാണ്. ചിലപ്പോൾ അത് പ്രൊഡക്ഷൻ കൺട്രോൾ ത്രൂ ആയിരിക്കും കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ച് ജൂനിയർ സെറ്റ് വന്നു കഴിയുമ്പോൾ അവരുമായിട്ട് കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്, ഇപ്പോൾ ഒരു സീനിൽ പാസ് ചെയ്ത് എങ്ങനെയാണ് പോകേണ്ടത്, ഏത് സമയത്ത് പോകണമെന്ന് പറഞ്ഞു കൊടുക്കുന്നതൊക്കെ ഈ തേർഡ് ഏരിയയാണ്. തേർഡ് ഏരിയ ചെയ്യുന്ന വേറൊരു കാര്യമാണ് വെഹിക്കിൾസ് അറേഞ്ച് ചെയ്യുക. അതായത് ഇപ്പം നമ്മുടെ ഒരു സിനിമയിലേക്കാണെങ്കിൽ ഒരു ബൈക്ക്
ബൈക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു കാർ ഉണ്ടാവും, ചിലപ്പോൾ വില്ലൻ്റെ കാർ ഉണ്ടാവും. അപ്പോൾ ഈ കാറുകളുടെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യും. അതായത് വണ്ടി വാടകയ്ക്ക് കൊടുക്കുന്ന വെൻഡേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കൺട്രോളറുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് നമുക്ക് ഇന്ന സൈനിൻ്റെ വണ്ടി വേണം, അല്ലെങ്കിൽ അതിൻ്റെ കണ്ടിന്യൂറ്റിക്ക് അനുസരിച്ച് അതൊക്കെ മീൻസ് സെറ്റിലേക്ക് കൊണ്ടുവരിക, ഓർഡർ ചെയ്യുക, വിളിച്ച് പറയുക. ഇതൊക്കെയാണ് തേർഡ് ഡേയുടെ ഒരു മെയിനായിട്ടുള്ള വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഉള്ളത് ലാസ്റ്റ് ഫോർത്ത് ഏരിയയാണ്. അത് ഞാൻ പറഞ്ഞു ഇപ്പം ഡിപ്പെൻഡാണ്. ഞാൻ വർക്ക് ചെയ്ത സെറ്റ് അനുസരിച്ച് ലാസ്റ്റ് ഫോർത്ത് ഏരിയ ക്ലാപ്പ് ചെയ്യുന്ന ആളാണ്. മെയിനായിട്ട് ക്ലാപ്പ് ചെയ്യുന്നതൊക്കെയാണ് അവിടെ ലൈവിൽ ഏറ്റവും കൂടുതൽ നല്ല കിടിലൻ തെറികൾ സെറ്റ് കിട്ടുന്ന ആൾ. അത് കാര്യം ക്യാമറയുടെ മുമ്പിൽ പോയിട്ടാണ് ക്ലാപ്പ് അടിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ക്യാമറമാൻ തെറി പറയും, ആക്ടേഴ്സ് തെറി പറയും, പിന്നെ അതോടൊപ്പം തന്നെ ഡിറക്ടേഴ്സിന് തെറി പറയാറുണ്ട്. അപ്പോൾ ഈ 3 സൈഡിൽ നിന്ന് നമുക്ക് തെറികൾ കിട്ടാനുള്ള വളരെയധികം ചാൻസ് നല്ലപോലുള്ളതാണ് ഈ ക്ലാപ്പ് ഐഡി എന്ന് പറയുന്നത്. അപ്പം അത്യാവശ്യം നല്ല ക്രൂഷ്യൽ ക്രിട്ടിക്കലായിട്ടുള്ള റോളാണ് പുള്ളിയുടെ. പിന്നെ അതുകൊണ്ട് തന്നെ ബാക്കി എല്ലാവരും തെറി പറയും. ലൈറ്റ് വെക്കാൻ പോകുന്നൊരു മുതൽക്ക് ജൂനിയർ ആർട്ടിസ്റ്റ് മുതൽ എല്ലാവരും തെറി പറയും, അല്ലെങ്കിൽ വന്ന് ഉപദേശിക്കുകയും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്യും. ഇപ്പോൾ എല്ലാവരും അത്യാവശ്യം കൊട്ടുന്ന ആളാണത്. ഞാൻ ക്ലാപ്പ് ഐഡിയുടെ വർക്ക് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് എനിക്കിൻ്റെ ആ കാര്യം കറക്റ്റായിട്ട് അറിയാവുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഈ ഫോർത്ത് ഏരിയ ബാക്കിയുള്ള ഐഡീസിനെ സഹായിക്കാറുണ്ട്, ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ ആർട്ടിസ്റ്റിനെ വിളിക്കാൻ വേണ്ടി പോകാറുണ്ട്, ആ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പ്രീ പ്രൊഡക്ഷൻ വർക്കിൽ ഈ പ്രോപ്പർട്ടീസിന് ലിസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അവരൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഇന്ത്യയിൽ അതുപോലെ തന്നെ എല്ലാവരും പോയി ഹെൽപ്പ് ചെയ്യും. ചിലപ്പോൾ TCR എഴുതാൻ വേണ്ടി മോട്ടറിന് ഉപയോഗിക്കും. ഏത് ഷോട്ട് നമ്പർ എഴുതാനും പിന്നെ ക്ലിപ്പ് നമ്പറൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് TCR ആയിട്ട് ഇരിക്കാറുണ്ട് ഇന്ത്യയിൽ. പിന്നെ വേറൊരാൾ കണ്ടിന്യൂറ്റി സൂപ്പർവൈസറാണ്. കണ്ടിന്യൂറ്റി സൂപ്പർവൈസറും TCR എഴുതാറുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ മെയിൻ ഡ്യൂട്ടി ഒരു സീനിലെ കണ്ടിന്യൂറ്റി നോക്കുക ഇൻ ദ സെൻസ് ആ സീനിന്റെ സ്ക്രിപ്റ്റ് ഫ്ലോ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതാണ് കണ്ടിന്യൂറ്റി ഞാൻ ഉദ്ദേശിക്കുന്നത്. സ്ക്രിപ്റ്റ് ഫ്ലോ കറക്റ്റായിട്ട് പോവുകയാണോ, എൻ്റെ സ്ക്രിപ്റ്റ് ഒരു എവിടെയാണ് എൻഡ് ആയിട്ടുള്ളത്. ഇപ്പം നമ്മൾ എഴുതുന്ന പോലെ ആയിരിക്കത്തില്ല ചിലപ്പോൾ ഷൂട്ട് ചെയ്ത് വരുന്നത്. അപ്പോൾ അവിടെ ഉള്ള കാര്യങ്ങളും മിസ്റ്റേക്സ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക, അത് എഴുതി വെക്കുക. അതൊക്കെയാണ് ഈ കണ്ടിന്യൂറ്റി സൂപ്പർവൈസർ ചെയ്യുന്ന മെയിനായിട്ടുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത്. ADസിന്റെ സിനിമ സെറ്റിലെ ജോലി. പിന്നെ ഇത് പോസ്റ്റ് പ്രൊഡക്ഷൻ വരുമ്പോൾ ചിലപ്പോൾ ഇതിലേതെങ്കിലും ഒരു ADയും ചീഫ് AD മാത്രമേ ഉണ്ടാകുള്ളൂ, അല്ലെങ്കിൽ അവർ വേറൊരു അസിസ്റ്റന്റ് ഡയറക്ടർ അല്ലെങ്കിൽ ഹയർ ചെയ്യും. അത് ഡിപ്പെൻഡബിൾ ആണ്. പക്ഷേ മെയിനായിട്ട് ഇവരൊരു കാര്യങ്ങളും എല്ലാം വരുന്നത് ഷൂട്ടിംഗ് സെറ്റ് വെച്ചിട്ടാണ്. ഏറ്റവും കൂടുതൽ തെളിയിക്കുന്നതും എല്ലാ കാര്യങ്ങളും. സോ ഇതാണ് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിന്റെ ലോകം. പക്ഷേ എന്തായാലും ഒരു വർക്കൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര ആശ്വാസമാണ്. ഒരു ദിവസം ഷൂട്ട് കഴിയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പക്ഷേ ഒരു 10-14 മണിക്കൂറൊക്കെ വർക്ക് ഉണ്ടാവും കണ്ടിന്യൂസ് ആയിട്ട്. പക്ഷേ ഇതൊക്കെ ഭയങ്കര രസമാണ്. പിന്നെ ഇവർക്ക് വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് വർക്ക് ചിലപ്പം കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കാം. അങ്ങനത്തെ വേറെ ഒരുപാട് പ്രശ്നങ്ങൾ നെഗറ്റീവ് സൈഡായിട്ട് പറയാനുണ്ട്. ചിലപ്പോൾ എന്നും വർക്ക് കിട്ടത്തില്ല, വർക്ക് ചെയ്തതിന് പൈസ കിട്ടാൻ താമസം ചിലപ്പോൾ കിട്ടത്തില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് ഹാൻഡിൽ ചെയ്ത് മുമ്പോട്ട് പോവുക. അപ്പം ഇനി അടുത്തായിട്ട് സിനിമ പിടിക്കാൻ പോകുന്നവരോ അല്ലെങ്കിൽ സിനിമയിൽ കയറാൻ ആഗ്രഹിക്കുന്നവർക്കോ അല്ലെങ്കിൽ അസിസ്റ്റന്റ് ഡയറക്ടർ എന്താണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇത് ഹെൽപ്പായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഗൈസ്, അടുത്തൊരു പുതിയ വീഡിയോ ഉടൻ തന്നെ വരുന്നതായിരിക്കും. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക, വീഡിയോ മൊത്തം ഇരുന്ന് കാണാൻ എനിക്ക് വാച്ച് ടൈം കൂട്ടി തരിക. ഓക്കെ. അപ്പോൾ ഗൈസ്, അടുത്ത വീഡിയോ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. ഞാൻ ആദർശ് സൈനിങ് ഓഫ്. ബൈ.